ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് നേരം മുമ്പ് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കാണ് കേരള ജനക്കൂട്ടം വിക്കി തകിൻ്റെ ഒരു വീഡിയോ ഉണ്ടത്. പുള്ളിക്കാരൻ എമ്പുരാനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ജസ്റ്റ് കാണാൻ പോവാണ്, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും കറങ്ങിത്തിന് ഈ വീഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൊണ കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്നുമില്ല, നേരെ വിക്കി തകിൻ്റെ പേജിൽ പോവുക. എമ്പുരാൻ്റെ റിവ്യൂ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ലേറ്റസ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ 2 മണിക്കൂർ അടുപ്പിച്ചേ ആയിട്ടുള്ളൂ അത് അപ്ലോഡ് ചെയ്തിട്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ലേറ്റ് ആക്കണം, എന്നാൽ തപ്പി പിടിച്ചെടുത്താൽ കിട്ടും. അത് പോയി കാണുക, ഗംഭീരമാണ്. ഇനിയിപ്പോൾ എൻ്റെ കൊണ കേൾക്കാൻ ആൾറെഡി ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പ്ലേ ചെയ്യുന്നു, ഞാൻ കാണുന്നു, എൻജോയ് ചെയ്യുന്നു. അതിനും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പുള്ളിക്കാരൻ എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്ന് പറയാൻ പേഴ്സണലി ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ കണ്ടന്റ് എനിക്ക് വലിയൊരു രസമായിട്ട് തോന്നിയിട്ടില്ല. ഇത് ചുമ്മാ ആൾക്കാരെ കളിയാക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ എന്താണ് ഉള്ളത് എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആലോചിക്കുമ്പം ഒരാളുടെ വേദന എന്ന് പറയുന്നത് വേറൊരാളുടെ സന്തോഷമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ എമ്പുരാൻ്റെ ആ ഒരു സിനിമ എമ്പുരാൻ കണ്ടിട്ട് ആ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല, അതിനെക്കുറിച്ചുള്ള നെഗറ്റീവും ബാക്കി കാര്യങ്ങളും പറയുന്നതാണ് ഈ ഒരു വീഡിയോ. ഇത് പൃഥ്വിരാജോ മോഹൻലാലോ അല്ലെങ്കിൽ മുരളി ഗോപിയോ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറോ ആ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ദുരന്തമാണ്, അവർക്ക് വിഷമായിരിക്കും ഒരു വീഡിയോ കാണും. പക്ഷെ നമ്മൾ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ അവരുടെ ഒരു ദുരന്തം കണ്ട് സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ഇത് നാച്ചുറലാണ് എന്നുള്ളതാണ്. ഇത് ഒരാളുടെ ദുരന്തം മറ്റേ ആളുടെ സന്തോഷമാകും എന്നുള്ളത് ഫാക്റ്റാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഒളിച്ചു വെച്ചിട്ടും കാര്യമൊന്നുമില്ല, ഇറ്റ് ഈസ് എ ഫാക്ട്. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദുരന്തം കണ്ട് സന്തോഷിക്കാം, അല്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് പോവാം. ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈ ദുരന്തം കണ്ട് സന്തോഷിച്ചില്ലെങ്കിലും സിനിമ ഓടാനുള്ളതോടും ഓടാതിരിക്കാനുള്ളത് ഓടാതിരിക്കുകയും ചെയ്യും. വേണമെച്ചാൽ കാണുക, ഇല്ലെങ്കിൽ കാണാതിരിക്കുക. എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കാണാനുള്ള പുറപ്പാടാണ്. ജസ്റ്റ് കണ്ടു തുടങ്ങി, അപ്പോഴത്തേക്ക് വിചാരിച്ചു എന്തായാലും ഇതെനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി, നിങ്ങളോട് ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നുള്ള ഒരു തോട്ടിൽ. അതുപോലെ തന്നെ 10 പേരെങ്കിൽ 10 പേര് കാണും, അതിൽ നിന്ന് കിട്ടുന്ന ദുട്ടും കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കി നമസ്കാരം 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 കേരള ജനക്കൂട്ടം വിക്കി തകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പുരാൻ തന്റെ പുള്ളേ വന്നവൻ അവൻ, എന്റെ പിള്ളേ ഏതാണ് അവൻ? എമ്പുരാൻ തിയേറ്ററിൽ പോയി CBI ഡയറി കുറിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ടിട്ട് തമ്പുരായിരുന്നു വിളിക്കണമെങ്കിൽ അവൻ വേറെ ലെവല് തന്നെ. കണ്ടു. എമ്പുരാൻ തിയേറ്ററിൽ പോയി കണ്ടു. ഒരുപാട് ആരാധകര് ഉണ്ടായിരുന്നു തിയേറ്ററില്. ഞാൻ വിചാരിച്ചു എനിക്ക് സിനിമ എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയില്ല, ഒരുപാട് ആരാധകരുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് 4 പേര് ടിക്കറ്റ് എടുത്തതിന് കൂടാതെ 4 ടിക്കറ്റ് വേറെയും എടുത്തു ഈവനിങ് ഷോ ഒന്നുകൂടെ കാണാൻ. പടം കഴിഞ്ഞപ്പോ ഞാൻ ആ 4 ടിക്കറ്റും അടുത്ത വന്ന ആൾക്കാർക്ക് കൊടുത്തു. ഒരു തവണ നമുക്ക് പോയി കാണാനുള്ള ഒരു സിനിമ തമ്പുരാൻ. ഗംഭീര മേക്കിംഗ്, മലയാള സിനിമ ഇതേവരെ കണ്ടിട്ടില്ലാത്ത മേക്കിംഗ്, അത്രയും ഗംഭീരമായ മേക്കിംഗ്. കാശ് മുടക്കിയ പടമാണ്, കാശ് എറിഞ്ഞ മേക്കിംഗ് ആണ്. ഈ കളർ ഗ്രേഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമ മാറിപ്പോകും, അതേപോലെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മളെ കേരള രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയം ഒക്കെ തന്നെ. സ്റ്റീഫൻ കഴിഞ്ഞ സിനിമയിലെ ആ ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും. സ്റ്റീഫൻ നെടുമ്പള്ളിയെ, അദ്ദേഹത്തിന്റെ ആ ഒരു മാസ് ഫൈറ്റ്, കേരളത്തിലെ തട്ടിക്കൂട്ടി ലോക്കൽ ഗുണ്ടകളെ ഇടിക്കുന്ന ഇടി, ആ എടുത്തിരിക്കുന്ന കളർ ഗ്രേഡ്, ആ ഒരു വിഷ്വല്, പുറകെ നിൽക്കുന്ന ഗുണ്ടകൾ മൊത്തം പുറത്തു നിറക്കിയ ഗുണ്ടകൾ, സ്നൈപ്പർ ഷോട്ട്, കേരളത്തിൽ കൊണ്ടുവന്നുള്ള പരിപാടിയൊക്കെ ഗംഭീരമാണ്. സ്റ്റീഫന്റെ ഇവിടെ ഇന്ത്യയിലെ ഏതോ ഭോപ്പാലിലങ്ങനെ പോയി പരിപാടിയൊക്കെ ഗംഭീരമാണ്. സ്റ്റീഫന്റെ
ഇവിടെ ഇന്ത്യയിലെ ഏതോ ഭോപ്പാലിലും കണ്ടുപോയി ഏതോ ഒരു ഹിന്ദിക്കാരൻ ഗുണ്ടയെ അവനൊക്കെ ആയിട്ട് മൊണ്ടി പിടിക്കുന്ന ഒരു ലോകോത്തര ക്രിമിനലിനെയാണ് നമുക്ക് ഖുറേഷി എബ്രഹാമിലൂടെ കാണാൻ സാധിക്കുന്നത്. ഖുറേഷി, ഞാൻ പറയുന്ന ഒരു സീൻ നിങ്ങൾ ഓർത്തു വെക്കുക. ഇന്ദ്രജിത്ത് ആദ്യമായിട്ട് ഖുറേഷി എബ്രഹാമിനെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്ത് ആദ്യമായിട്ട് ഖുറേഷിയെ കാണുന്നത്. ഖുറേഷി ഒളിച്ചു നിൽക്കുക. ഖുറേഷി മുന്നേ വരുന്നില്ല, ഇങ്ങനെ ഒളിച്ചു നിൽക്കും. എന്നിട്ട് ഖുറേഷി പിണങ്ങിപ്പോവും. ആ ഒരു ഫീലാ കിട്ടുന്നത്. കാമുകി ഒളിഞ്ഞു നോക്കിയിട്ട് പിണങ്ങിപ്പോത്തില്ല കാമുകിനെ കാണുമ്പോൾ. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എന്താ പറയാ, ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള പോലെ പറയുന്നു. പക്ഷെ മേക്കിംഗ് ആദ്യത്തെ ഒരു 10-45 സെക്കൻഡ് ഒന്നും പറയല്ലോ. പിന്നെ അതങ്ങോട്ട് തവിട് പൊടിയായി. ഖുറേഷിയൊക്കെ വരുന്നത് 4-5 ഹെലികോപ്റ്ററല്ല, ഒരു പോക്കിന് മിനിമം 2 ബോംബ് പൊട്ടും. എങ്ങനെ പോയാലും ഒരു 10-45 പേരെങ്കിലും മരിക്കും. ഒരു 10-26 കാറ് പോവും. പക്ഷെ കാര്യമില്ല, കഥയില്ല. എന്തൊക്കെയൊക്കെയോ കാണിച്ചു. മഞ്ജു വാര്യരൊക്കെ വന്ന് പോകുന്നുണ്ട്, ടൊവിനോ തൊലയും. പക്ഷെ കാര്യമില്ല, കഥയില്ല. എന്തൊക്കെയൊക്കെയോ കാണിച്ചു. മഞ്ജു വാര്യരൊക്കെ വന്ന് പോകുന്നുണ്ട്, ടൊവിനോ തൊലയും. മഞ്ജു വാര്യര് വന്ന് പോകുന്നുണ്ട്, ടൊവിനോ തൊലയും. എന്താ അമ്മച്ചി. പക്ഷെ കാര്യമില്ല, കഥയില്ല. എന്തൊക്കെയൊക്കെയോ കാണിച്ചു. മഞ്ജു വാര്യരൊക്കെ വന്ന് പോകുന്നുണ്ട്, ടൊവിനോ തൊലയും. പോയി കാണല്ലാരും. നല്ല പടം, നല്ല സിനിമയാണ്. 3 മിനിറ്റ് 44 സെക്കൻഡ്. ഇതിനെക്കുറിച്ച് എനിക്ക് അധികം വേറൊന്നും പറയാനില്ല. 3 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. 3 മിനിറ്റ് 44 സെക്കൻഡ്. ഇതിനെ 3 മിനിറ്റ് 44 സെക്കൻഡ്. ഇതിനെക്കുറിച്ച് എനിക്ക് അധികം വേറൊന്നും പറയാനില്ല. എല്ലാരും പോയി കാണുക. ഇവർ ഈ പറഞ്ഞ പോലത്തെ സംഭവങ്ങളൊന്നുമില്ല, ഒട്ടും പ്രതീക്ഷകളൊന്നും ഇല്ലാതെ എന്തോ വലുത് സംഭവിക്കുന്നു എന്നൊന്നും ചിന്തിക്കാതെ പോയി ആ സിനിമ കാണുക. നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇവർ തന്ന പ്രതീക്ഷ ഭയങ്കരമാണ്. ഈ പ്രതീക്ഷ വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആ ഒരു പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യമൊന്നും കിട്ടത്തില്ല. ആന്റണി പെരുമ്പാവൂര് അഭിനയിക്കുന്നുണ്ട്. പാൻ ഇന്ത്യ മൂവിയാണ്. കൊറേ വിഴുങ്ങ കേട്ടോ, എന്തൊക്കെയോ പറയാൻ വരുന്നു. പിന്നെ വേണ്ട, മാന്യത എന്ന ഒരു ഇതില് പുള്ളിക്കാരെ വിഴുങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. അഭിനയിക്കുന്നുണ്ട്. പാൻ ഇന്ത്യ മൂവിയാണ്. എന്തിരയിലോട്ടെ. പിന്നെ പൃഥ്വിരാജിന്റെ ആ ഒരു കഥാപാത്രം വരുന്നതൊക്കെ അടിപൊളിയാണ്. പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടർ വരുന്നു. പൃഥ്വിരാജിന്റെ ജീവിതമാണ് കാണിക്കുന്നത്. പൃഥ്വിരാജിന്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ, അതിന്റെ പ്രതികാരം, പിന്നീട് അത് ഇങ്ങനെ ആവുന്ന ഒരു എങ്ങനെയൊക്കെയാ വരുന്ന വിദേശി വനിതകളും വിദേശികളും ഉണ്ട് ഇഷ്ടംപോലെ. കബൂക്ക കാണിക്കും, കബൂക്ക ചാവുന്നതും കാണിക്കും. എന്തു വേറെന്താ, വിദേശികളുണ്ട് ഇഷ്ടം പോലെ. കബൂക്ക കാണിക്കും, കബൂക്ക ചാവുന്നതും കാണിക്കും. എന്തു വേറെന്താ പറയാനാ. പ്രതീക്ഷ ഒന്നല്ലാതെ പോയി കാണും. വേറൊന്നും എനിക്ക് പറയാനില്ല. ഒരുപാട് പണം മുടക്കി, ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയി വലിയ തോതിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ചിത്രം എന്നുള്ള നിലയിൽ നല്ല കഥയും, ആ കഥയിൽ കുറച്ച് പഞ്ചും, ഈ രോമാഞ്ചം വരത്തില്ല, ഗൂപ്സ് ബംസ്, അതൊന്നുമില്ല. വരുത്താൻ നോക്കിയാൽ തന്നെ വരുന്നതല്ലല്ലോ. കാണുമ്പോ നമുക്ക് വരാറുള്ളതാ. ചില സിനിമയൊക്കെ കാണുമ്പോ ഈ KGF-ന്റെ ഒക്കെ അവസാനം കാണത്തില്ലേ, 3-ാമത്തെ വരുന്നു, അതില്ല. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. പോയി കാണുക. നല്ലൊരു സിനിമ. മേക്കിംഗ് കൊണ്ടും
കളർ ഗ്രേഡ് കൊണ്ടും ഇന്റർവെല് വരെയുള്ള ഒരു മ്യൂസിക്കും ഒക്കെ കൊണ്ടും പിന്നെ ഇന്റർവെല്ലിന് ശേഷമുള്ള സിനിമയുടെ കുറച്ച് കഥയും കുറച്ച് ഇൻട്രോ സീനും ഒക്കെ അടിപൊളിയാണ്. കേരള ജനക്കൂട്ടം വിക്കി തക് പവേഡഡ് ബൈ രമ വേണു. എമ്പുരാനേ തമ്പുരാനേ. മാസ്. അയ്യോ, അപ്പം അതിന് വിഷമം കേട്ടോ. കേരളത്തിലുള്ള ഒരുവിധം എല്ലാവർക്കും വിഷമം കാണും സിനിമ അത്രയ്ക്ക് നന്നായിട്ട് വരാത്തത്. എന്നാലും കുഴപ്പമില്ല, വൺ ടൈം വാച്ച് എന്നതാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ സിനിമ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ പോയി കാണുക. ഞാനും കണ്ടിട്ടില്ല, ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണൂല, നോക്കാം. അപ്പോൾ അത്രയ്ക്കുള്ള ഗൈസ്. ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവമായിട്ട് തോന്നി, നിങ്ങളുടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അവർ കണ്ട സമയം നിങ്ങൾ കുറച്ചത് എൻജോയ് ചെയ്തിട്ടുണ്ടാവാം, അല്ലായിരിക്കും. അപ്പോൾ അതാണ് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരാളുടെ വീഴ്ച അല്ലെങ്കിൽ തളർച്ച എന്ന് പറയുന്ന മറ്റേ ഒരാളുടെ സന്തോഷമായിരിക്കാം. അത് പൃഥ്വിരാജൻ ഒരിക്കലും വന്ന് നമ്മൾ ഈ ഒരു ഇത് കണ്ടിട്ട് ചിരിക്കാൻ പാടില്ല എന്ന് പൃഥ്വിരാജ് പറയാനും പാടില്ല. പൃഥ്വിരാജ് ഒരിക്കലും പറയത്തുമില്ല. പൃഥ്വിരാജന് ഇത് കാണാതിരിക്കാം, വിഷമിക്കാം. എന്നാൽ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാതെ, എമ്പുരാനായിട്ട് ഒരു ബന്ധമില്ലാതെ ആൾക്കാർക്ക് ഇതുമാതിരിയുള്ള ട്രോള് കാര്യങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്യുകയും ചെയ്യാം. അതാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ബൈ.